ഹായ് എല്ലാവർക്കും പോളിടെക്നിക് കാലേഴ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് പേരുടെ സംശയമാണ് എങ്ങനെയാണ് ലാറ്ററൽ എൻട്രിക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ചാനലിനെ സമീപിക്കാം. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോയുടെ താഴെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം www.polyadmission.org ലെറ്റ് എന്നുള്ള ഒരു ലിങ്കിൽ നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു വൺ ടൈം രജിസ്ട്രേഷനുള്ള ഒരു ഓപ്ഷൻ കാണും. അത് നിങ്ങൾ അവിടെ പോയിട്ട് ലെറ്റിൻ്റെ നമ്മൾ ഈ ലാറ്ററൽ എൻട്രിയുടെ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് 2025-26 ലാറ്ററൽ എൻട്രിക്കുള്ള ഒരു ലിങ്ക് അവിടെ കാണുന്നുണ്ടായിരിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ എന്തായാലും ആദ്യം ചെയ്യേണ്ടി വരും. അങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് ഗവൺമെൻറ് പോളി ആണെങ്കിലും, നിങ്ങൾ ഇനിയിപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് ആണെങ്കിലും സെൽഫ് ഫിനാൻസ് ആണെങ്കിലും കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളാണെങ്കിലും നിങ്ങൾ എവിടേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 400 റുപ്പീസാണ് നിങ്ങൾക്ക് വരുന്നത്. അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ്സ് എന്നിവർക്കൊക്കെ അത് 200 രൂപയാണ്. അല്ലാത്തവർക്ക് എല്ലാവർക്കും അത് 400 രൂപയായിരിക്കും ഉണ്ടായിരിക്കും. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ അപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ലൊരു വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ എന്ന് കൊടുക്കുക. പരമാവധി നിങ്ങളുടെ മൊബൈൽ നമ്പറിനെ കൊടുക്കാൻ നോക്കുക. കാരണം പിന്നീട് അതിലേക്ക് വരുന്ന മെസ്സേജുകൾ, കാര്യങ്ങൾ, OTP കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മൊബൈലിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID കൂടെ കൊടുക്കുക. നിങ്ങൾക്ക് മുന്നോട്ടുള്ളൊരു സമയത്ത് ഇതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ നമ്പറിനെയും ഇമെയിൽ ID ആവശ്യം നിങ്ങൾക്ക് നല്ലപോലെ വരും. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പറിന് നിങ്ങൾ കൊടുക്കുക. അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പിന്നീട് വരുന്ന OTP സംഭവങ്ങളെല്ലാം ഈ ഒരു മെയിൽ ID കൂടെയും മൊബൈൽ നമ്പർ കൂടെയും വരുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് എപ്പോഴും ആക്സസിബിൾ ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പറിനെ നിങ്ങൾ എപ്പോഴും കൊടുക്കുക. പിന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ അത് കാൻഡിഡേറ്റ് ഷാൾ ലോഗിൻ യൂസിങ് ദ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഓൺ ദ രജിസ്ട്രേഷൻ നമ്പർ വിത്ത് OTP പാസ്വേഡ്. നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള OTP അല്ലെങ്കിൽ ഒരു പാസ്വേഡ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഇതിലേക്ക് കയറാൻ കഴിയുന്നുണ്ടായിരിക്കുക. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെട്ടുള്ള സ്റ്റുഡൻ്റ് ആണോ ആ കാറ്റഗറിയിൽ പെട്ട സ്റ്റുഡൻസിനൊക്കെ അവരവരുടേതായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ലിങ്കുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ +2 കഴിഞ്ഞ ഒരാളാണ്. നിങ്ങൾ +2 കഴിഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾക്ക് +2 കഴിഞ്ഞ ഒരാൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ലിങ്ക് അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പിന്നീടുള്ള നിങ്ങൾ ഒരു ITA അല്ലെങ്കിൽ KGC കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് എയ്ഡഡ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ +2 VHSC കംപ്ലീറ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാനേജ്മെൻറ്റ് കോട്ടയിൽ അപ്ലൈ ചെയ്യാനും, അതേപോലെ തന്നെ നിങ്ങൾ ITA KGC കഴിഞ്ഞ ആളാണെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ അപ്ലൈ ചെയ്യാനുമുള്ള ലിങ്ക് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 4 ടൈപ്പ് ലിങ്ക് അവിടെ ഉണ്ടായിരിക്കും. ഒന്നെന്ന് പറയുന്നത് +2 VHSC കാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ് എയ്ഡഡ് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ IHRD, കേപ്പ് ഗവൺമെൻറ് സീറ്റ്സ് ഇൻ സെൽഫ് ഫിനാൻസിങ് കോളേജ് തുടങ്ങിയവയിലേക്കുള്ള അപ്ലൈ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ITA KGC മുകളിൽ പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ IHRD, കേപ്പ് അതുപോലെ തന്നെ ഗവൺമെൻറ് സീറ്റ്സ് ഇൻ സെൽഫ് ഫിനാൻസിങ് കോളേജ് തുടങ്ങിയവയിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. പിന്നെ ഈ 2 കാറ്റഗറിയിൽപ്പെട്ട ഒരു +2 ITA കഴിഞ്ഞിട്ടുള്ള ഈ 2 കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കും പിന്നെ 3, 4 വരുന്ന കാറ്റഗറിയിൽ നിന്നാണ് മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് ഈ സെൽഫ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് +2കാർക്ക് അതുപോലെ തന്നെ ITA അപ്ലൈ ചെയ്യാനുള്ള ഒരു ലിങ്ക്. അങ്ങനെ 4 ലിങ്കായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഏതിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുന്നത്, ഏത് ടൈപ്പ്, അത് മെയിനായിട്ട് നിങ്ങൾ നോക്കണം. നിങ്ങൾ +2 ആണെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കോട്ട അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകൾ സംഭവങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ അല്ല നിങ്ങൾക്ക് ഗവൺമെൻറ് എയ്ഡഡ് ആയിട്ടുള്ള ഇതിലേക്കാണ് അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ITA ഈ പറയുന്ന സെൽഫ് ഫിനാൻസ് കോളേജുകളിലുള്ള മാനേജ്മെൻറ്റ് സീറ്റിലേക്കും അല്ലാതുള്ള ഗവൺമെൻറ് എയ്ഡഡ് മെറിറ്റ് സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടായിരിക്കും. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അത് നോക്കിയിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. പിന്നീട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക്, അപ്പോൾ +2 കഴിഞ്ഞ ആളാണെങ്കിൽ +2ൻ്റെ +2 കഴിഞ്ഞ ആളുകൾക്കുള്ള ആ ലിങ്കിലാണ് ആദ്യം അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ITA കഴിഞ്ഞ ആളുകൾക്കാണെങ്കിൽ ITA ആ ലിങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ഒന്നിൽ അപ്ലൈ ചെയ്യാൻ മാത്രമേ കഴിയൂ, പിന്നീട് നിങ്ങൾക്ക് കഴിയില്ല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കോട്ടയാണെങ്കിൽ നിങ്ങൾക്ക് ഏതിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ +2 കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവർക്ക് മെറിറ്റ് സീറ്റിൽ അപ്ലൈ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ITA കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഈ പറയുന്ന മെറിറ്റ് സീറ്റുകൾക്കും അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്